റിപ്പോർട്ട് ബ്രേക്കിംഗ് നൗ. KPCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായി. ജംബോ കമ്മിറ്റി ഒഴിവാക്കാനാണ് ധാരണ. മുതിർന്ന നേതാക്കളുമായി ചർച്ചകൾ നടത്തും. KPCCക്ക് 5 ഉപാധ്യക്ഷന്മാരെയും 30 ജനറൽ സെക്രട്ടറിമാരെയും നിയമിച്ചേക്കും. രണ്ടാം ഘട്ടത്തിലായിരിക്കും സെക്രട്ടറിമാരെ നിയമിക്കുക. DCC പുനഃസംഘടനയും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ശ്രമം. KPCC നേതൃത്വത്തിന്റെ ഭാരവാഹി യോഗം ഈ മാസം 20-ന് ചേരും. മുൻ അധ്യക്ഷന്മാരും യോഗത്തിൽ പങ്കെടുക്കും. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ. കോൺഗ്രസിൽ ജംബോ കമ്മിറ്റിയാണ് എപ്പോഴും വിമർശന വിധേയമാകുന്നത്. അപ്പോൾ ആ ജംബോ കമ്മിറ്റി ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു എന്നത് തന്നെ ഒരു മാറ്റമാണ്, നല്ല മാറ്റമാണ്. അപ്പോൾ ആ മാറ്റങ്ങൾക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ മാറുന്നത് ആരൊക്കെയായിരിക്കും? പലർക്കും സ്ഥാനം കിട്ടാത്തതിന്റെ നിരാശയൊക്കെ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളും സമാന്തരമായി ഉണ്ടാകില്ലേ റോഷിപാൽ? സുജയ പാർവതി, ഒന്ന് KPCCക്ക് പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ്. എല്ലാവരും പുതുമുഖങ്ങളാണ്. KPCCയുടെ പ്രധാന നേതൃനിരയിലെ ഏറ്റവും പ്രധാനികളായി വന്നിരിക്കുന്ന ഈ 4 പേർ അവർ നേരത്തെയൊന്നും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എടുത്തിരുന്നില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ അല്ലെങ്കിൽ KPCC ഭാരവാഹികൾക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ ഈ ടീം യുവാക്കളടങ്ങുന്ന ടീമിന് അവർക്കൊപ്പം നിന്ന് പോരാട്ടം നടത്താൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് വളരെ പെട്ടെന്ന് തന്നെ ടീമിനെ ഫോം ചെയ്യാൻ വേണ്ടി നിർദ്ദേശം നൽകിയത്. സംസ്ഥാന കോൺഗ്രസിൽ പൊതുവെ ഈ പുനഃസംഘടന പൂർത്തിയാക്കുക അതൊരു ബാലികേറ മലയാണ്. അത് നേരത്തെ K. സുധാകരൻ്റെ കമ്മിറ്റി ആയാലും പിന്നെ അതിനു മുമ്പുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ കമ്മിറ്റിയൊക്കെ അത് പൂർത്തിയാക്കാൻ വളരെ സമയമെടുത്തു. പക്ഷേ ഈ തവണ പുനഃസംഘടന അതിവേഗത്തിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം ഈ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകുന്നതിൻ്റെ പ്രധാന കാരണം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്നെത്തും. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടിൻ്റെ മുന്നൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെ പുനഃസംഘടനാ ചർച്ചകൾ വേഗം തുടങ്ങി. പ്രാഥമിക പട്ടിക തയ്യാറാക്കി അത് ഹൈക്കമാൻഡ് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ആ പട്ടികയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവർ മാറ്റം വരുത്തും, എന്നിട്ട് പ്രഖ്യാപനം നടത്തും. നിലവിൽ KPCCക്ക് ട്രഷറർ ഉൾപ്പെടെ ഇനി 36 പേർ കൂടി നിയമിക്കേണ്ടതുണ്ട്. നിലവിൽ 4 പേരെയാണ് KPCC അധ്യക്ഷനായി സണ്ണി ജോസഫും 3 വർക്കിംഗ് പ്രസിഡന്റുമാരടക്കം 4 ഭാരവാഹികളെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇനി പുറമെ ഒരു ട്രഷറെ നിയമിക്കണം. 5 വൈസ് പ്രസിഡന്റുമാരും പിന്നീടുള്ള 30 ജനറൽ സെക്രട്ടറിമാരുമാണ്. പിന്നീട് സെക്രട്ടറിമാരെയൊക്കെ വളരെ താമസിച്ചായിരിക്കും നിയമിക്കുക. ഏതായാലും അതിനു മുമ്പ് നിലവിലുള്ള ആ കമ്മിറ്റി ഭാരവാഹികളെ 20-ാം തീയതി നിലവിലെ പുതിയ നേതൃത്വം വിളിപ്പിച്ചിരിക്കുകയാണ്. കൂടിയാലോചനകളൊക്കെ നടത്തി പിരിയും. ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ കമ്മിറ്റി രൂപീകരിക്കുക. അതിൽ പ്രധാനമായും പല ചുമതലകൾ ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിച്ചവരുണ്ട്. അവരെയൊന്നും ഒഴിവാക്കില്ല. അവരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും. ചിലപ്പോൾ അവർക്ക് സ്ഥാനക്കയറ്റം നൽകും. അതിനു പുറമെ പുതുമുഖങ്ങൾ, യുവാക്കൾ, സ്ത്രീകൾ അവർക്കൊക്കെ വലിയ പരിഗണന പുതിയ KPCC ഭാരവാഹി പട്ടികയിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം കൂടി ഹൈക്കമാൻഡുണ്ട്. ഇതിനൊപ്പം തന്നെ DCC പുനഃസംഘടനയും പൂർത്തിയാക്കണം. നിലവിൽ 4 DCCകൾ പുനഃസംഘടിപ്പിക്കേണ്ടതില്ല. ആ അധ്യക്ഷന്മാരെ മാറ്റേണ്ടതില്ലെന്ന നിർദ്ദേശവും വിലയിരുത്തലുമുണ്ട്. അതൊന്ന് കോഴിക്കോടും മലപ്പുറവും എറണാകുളവും തൃശ്ശൂരുമാണ്. ഈ 4 മാറ്റി നിർത്തി മറ്റ് 10 DCC അധ്യക്ഷന്മാരെ മാറ്റാനുള്ള ആലോചനയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾക്ക് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ തുടക്കമായി. ഇനി അതിൻ്റെ തുടർ ചർച്ചകൾ നടക്കും. എല്ലാ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് മാത്രമായിരിക്കും പട്ടിക തയ്യാറാക്കുക. തർക്കങ്ങളില്ലാതെ ഭിന്നതകളില്ലാതെ പുനഃസംഘടന പൂർത്തിയാക്കി പാർട്ടിയെ ഏറ്റവും സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യമാണ് ഹൈക്കമാൻഡ് പുതിയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്.